ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്കൊന്ന് കാണാം. നമുക്ക് ഇവിടെ നമ്മുടെ കയറി വരുന്ന സിറ്റ് ഔട്ട്, ഇവിടെ ഒരു കാർ പോർച്ച് വരും എന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ ഇത് കാർ പോർച്ച് കഴിഞ്ഞ് കയറി വരുന്ന ഒരു ഫോയർ സ്പേസ് ആണിത്. ഈ സ്പേസിലാണ് നമ്മൾ DB കൊടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ DB ഞാൻ തേപ്പിന് ശേഷം വെക്കാറ്, പക്ഷേ ഇത്തവണ തേപ്പിന് മുന്നേ തന്നെ സെറ്റ് ആക്കി. പിന്നെ ഫ്ലോറിൽ കൂടെ ഒരു 3-4 പൈപ്പ് ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് ക്യാമറയുടെയും പിന്നെ അതുകൂടാണ്ട് എർത്ത്, അതുകൂടാണ്ട് ഇവിടെ ഒരു ഫൗണ്ടൻ വരും എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു വയറിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോറിൽ കൂടെ ഇടേണ്ടി വരും. അത് കോൺക്രീറ്റ് സമയത്ത് ഇടാൻ കരുതിയേക്കണം. പിന്നെ ഇതാണ് ലിവിംഗ് ഏരിയ. ഇവിടെ തന്നെ TV യൂണിറ്റ് വന്നേക്കണം. TV യൂണിറ്റിന് വേണ്ടി നമ്മൾ 2 ഇഞ്ച് പൈപ്പൊക്കെ കൺസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈഫൈയുടെ ഒരു പൈപ്പ് പുറത്തേക്ക് ഇട്ടുണ്ട്. അതുകൂടാണ്ട് വൈഫൈ റൂമിലേട്ടും പോകണം. നമുക്ക് ക്യാമറക്കും വൈഫൈ വേണ്ടിവരും. ഈ ഏരിയയിൽ 2 വാൾ ഫാനാണ് പറയുന്നത്. ഇത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ. പിന്നെ ഇതൊരു ബേ വിൻഡോ ആണ്. അപ്പൊ ഇവിടെ നിലവിൽ സൺസൈഡ് വാർത്തപ്പോൾ പൈപ്പിന്റെ ദിവസം പറഞ്ഞില്ലായിരുന്നു അവരെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് കട്ട് ചെയ്താണ് 2 പൈപ്പ് ഇട്ടത്. സ്ലീവ് അടിച്ചിട്ട് 2 വയറിട്ട് വെച്ചിട്ടുണ്ട്, 2 ലൈറ്റിനായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ മാസ്കിന്റെ അഡാപ്റ്ററൊക്കെ വെച്ചിട്ടുള്ള ബോക്സാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇത് ഡൈനിങ് ഏരിയ. പിന്നെ ഈ ഒരു ഭാഗത്താണ്, ആ ഭാഗത്ത് ഫൗണ്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. പിന്നെ ഇത് ഓപ്പൺ കിച്ചൺ. ഇവിടെ 2 സൈഡിൽ പ്ലഗ് പോയിന്റും പിന്നെ സിങ്ക് സെന്റർ. പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടെ ഉണ്ട് ഇതിനകത്ത്. അവിടെ സെറ്റ്. ഇവിടെയാണ് മെയിൻ സ്വിച്ച് ബോർഡ്. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ കബോർഡ് വരും. ഈ കാണുന്ന ഈ ഭാഗത്ത് കബോർഡ് വരും. പിന്നെ ഇവിടെ മൊത്തം ഫോൾ സീലിംഗ് വർക്ക് വരുന്നതാണ് ഈ വീട്ടിൽ. പിന്നെ നമ്മുടെ ബെഡ്റൂം, ഇതാണ് മെയിൻ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ സെന്ററിൽ നമ്മളൊരു ബെഡ് ഹെഡർ ഇട്ടിട്ടുണ്ട്. 2 സൈഡിൽ 6 മീറ്റർ 6 അടി വെച്ചിട്ട് 2 സൈഡിലിട്ട് നമ്മൾ ഒരു ബെഡിന്റെ സൈഡിലോ ടേബിളോ അടക്കം 6 അടി സ്പേസിനാണ് ബെഡ് സ്വിച്ച് അറേഞ്ച് ചെയ്തേക്കണം. 75 സെന്റിമീറ്ററാണ് ബെഡ് സ്വിച്ചിന് ഹൈറ്റ് വെച്ചേക്കണം. ഇവിടെ സീലിംഗ് വരും. ഇവിടെ ഇവിടെ മെയിൻ സ്വിച്ച് ബോർഡ് ഇവിടെയാണ്. ഇവിടെ സീലിംഗിലായിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. നിലവിൽ ഫാൻ്റെ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ ഇതൊക്കെ തന്നെ ബാത്റൂം കട്ടായിട്ട് തീരാൻ എക്സോസ് ഫാൻ ഇതേപോലെ നമ്മൾ പൈപ്പ് ഇട്ടേക്കണം. പിന്നെ ഒരു വാട്ടർ ഹീറ്റർ പോയിന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒരു റൂം കൂടെ ഉണ്ട്. 2 റൂമാണ് താഴത്തൂടെ. പിന്നെ ഈ റൂം ഇവിടെ ഏകദേശം മെയിൻ സ്വിച്ച് ബോർഡ്. അവിടെ തന്നെ നമ്മൾ മറ്റേ ഫോൾ സീലിംഗ് വർക്കിന് ഒരു പോയിന്റ് ഇട്ട് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബെഡ് സ്വിച്ച് ഡോർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇവര് വാസ്തുശാസ്ത്രമൊക്കെ നോക്കി പറഞ്ഞേക്കുന്നതാണ്. നമ്മൾ അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ് വരുന്ന ഈ ഏരിയയിലായിട്ട് വാർഡ്രോബ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഇതിനകത്ത്. അതിലും എക്സോസ്റ്റ് ഫാൻ പൈപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക്. അപ്പൊ പിന്നെ എന്താ പറയാൻ വന്ന, അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വീഡിയോ ആയിട്ട് മെയിൻ ആയിട്ട് വരുള്ളൂ നമ്മുടെ. അപ്പൊ ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് ഇവിടുന്ന് പോകാൻ പോകുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ ഗൈസ്.